ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പിക്കപ്പ് ആയിൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തൊഴിൽ ജീവിതത്തിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് സന്തോഷം എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെ സംബന്ധിച്ച് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിനായിട്ട് 3 ഗ്രൂപ്പുകളുണ്ട്. നിങ്ങൾക്ക് തംബ്നെയിലത്തെ 3 ചിത്രങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഈ 3 ഡെക്കുകൾ ഉപയോഗിച്ചോ നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കാം. ഇൻഡ്യൂറ്റീവ്ലി നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ ലൈഫായിട്ട് കണക്ട് ചെയ്യുന്ന സന്ദേശങ്ങളും ഗൈഡൻസസും മാത്രം സ്വീകരിക്കുക. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കാണ്. നിങ്ങൾ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 1, നമസ്കാരം. നിങ്ങൾ ഗ്രൂപ്പ് തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നോക്കാം ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് അവരുടെ ജോലിയിൽ സന്തോഷം എങ്ങനെയാണ് കണ്ടെത്താൻ സാധിക്കുക. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് അവരുടെ ജോലിയിൽ അവർക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്താം. നിങ്ങളുടെ എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണ്. അതായത് ഏതെങ്കിലും ഒരു ഇവൻറ്റിൻ്റെ ഭാഗമാകാൻ ജോലി സംബന്ധമായിട്ട്, ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്ക് പെട്ടെന്ന് കിട്ടുന്നു, നിങ്ങളതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ചിലപ്പോൾ കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കാം, റെസ്പോൺസിബിലിറ്റി കൂടുതലുള്ളതായിരിക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, ഒരു ടാസ്ക് ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം നിങ്ങളിലേക്ക് വരുമ്പോൾ, അത് ഏത് തരത്തിലുള്ള അവസരമാണെങ്കിലും അത് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. അവിടെ പേടിച്ച് ആൻഷ്യസ് ആയിട്ട് അയ്യോ ഞാൻ എന്തെങ്കിലും ഇതിനെ കൊണ്ട് പറ്റിയില്ലെങ്കിലോ, ഇത് ശരിയായില്ലെങ്കിലോ, ഞാൻ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലോ, അങ്ങനെ എന്താ പറയുക, അത് ഏറ്റെടുക്കുന്നതിന് മുൻപേ അത് നടക്കില്ല അല്ലെങ്കിൽ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് ചിന്തിച്ച് അതിനെ ഒഴിവാക്കുന്ന ഒരു പ്രവണത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗെറ്റ് ടുഗെദർ ഒക്കെ ജോലിയിൽ ഉണ്ടാകുമ്പോൾ, ജോലി സ്ഥലത്ത് ഉണ്ടാകുമ്പോൾ അവിടെ അതിൻ്റെ ഒക്കെ ഭാഗമാകാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കണം, തീർച്ചയായിട്ടും ഉപയോഗിക്കണം. അത് ഉപയോഗിക്കുമ്പോൾ അവിടെയുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അവിടെയുള്ള ആളുകളുമായിട്ട് മാക്സിമം നെറ്റ്വർക്ക് നിങ്ങൾ ബിൽഡ് ചെയ്യണം. നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അവിടെ. അപ്പോൾ അത് ഇങ്ങനത്തെ അവസരങ്ങളാണ് നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നിങ്ങൾക്ക് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനൊക്കെ ഒരു അവസരം കിട്ടും. അതിൻ്റെ ഭാഗമാകണം എന്തായാലും. ഓക്കെ, നിങ്ങൾക്ക് പ്രത്യേകിച്ചാണ് ഒരു അവസരം വരികയാണെങ്കിൽ നിങ്ങൾ അതിനോട് യെസ് പറയണം, നിങ്ങൾ അതിൻ്റെ ഭാഗമാകണം. അപ്പോൾ കൂടുതൽ ആളുകളായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ജോലി കുറച്ചുകൂടെ ആസ്വദിക്കാനും അതിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനും സാധിക്കുക എന്നുള്ളത് യൂണിവേഴ്സ് പറയുന്നു. അതുപോലെ ജോലിയിൽ വരുന്ന പോലെ ജോലിയിൽ ഭാവിയിൽ എന്താവും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കുന്നതിന് പകരം അത് വരുന്ന പോലെ അതിന് സ്വീകരിക്കാൻ ഒരു മൈൻഡ് സെറ്റോട് കൂടെ ജോലിയിലായിരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം, നിങ്ങൾക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റാത്തതിൻ്റെ വേറൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷമ ഇല്ലാത്തതാണ്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഒരു എഫേർട്ട് എടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അപ്പം കിട്ടണം അങ്ങനെ. പക്ഷെ ചില കാര്യങ്ങൾ നേരം വൈകുന്നത് അത് യൂണിവേഴ്സിൻ്റെ പ്ലാൻ പ്രകാരമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഭാഗം എന്താണ്, നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ആക്ഷൻസ് എടുക്കുക, എഫേർട്സ് എടുക്കുക, നിങ്ങളത് ചെയ്യുക. അതിൻ്റെ റിസൾട്ട് എപ്പോൾ വരും എന്നുള്ളത് നിങ്ങളിങ്ങനെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ റിസൾട്ട് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്തിനുള്ളിൽ വരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അതിനർത്ഥം അത് നിങ്ങൾക്ക് കിട്ടില്ല എന്നല്ല, ഒരിക്കലും റെക്കഗ്നിഷൻ ഉണ്ടാവില്ല എന്നല്ല. ഓക്കെ, നിങ്ങൾ അതിന് വേണ്ടി നിങ്ങളുടെ ഭാഗം ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങളുടെ ഭാഗം എഫേർട്ട് എടുക്കുക. നിങ്ങളുടെ ഭാഗം ചെയ്ത് കഴിഞ്ഞു അല്ലേ, ഇനി യൂണിവേഴ്സിനെല്ലാം വിട്ടുകൊടുക്കുക. അത് കൃത്യസമയത്ത് നിങ്ങൾക്ക് വരേണ്ട സമയത്ത് ആ അക്നോളജ്മെൻറ്റും ആ റെക്കഗ്നേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. യൂണിവേഴ്സ് അത് ഉറപ്പ് വരുത്തുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്ത് പാടില്ല, അതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ റെക്കഗ്നേഷൻ കിട്ടിയില്ലല്ലോ, അങ്ങനെ നിങ്ങളിങ്ങനെ ആലോചിച്ച് നിരാശപ്പെടാൻ നിൽക്കരുത്. ചിലപ്പോൾ നിങ്ങൾ ആ എടുത്ത എഫേർട്ടിന് നിങ്ങൾക്ക് റെക്കഗ്നേഷൻ കിട്ടുന്നത് വേറൊരു വഴിയിലൂടെ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വഴിയിലൂടെ ആയിരിക്കും അത്. പക്ഷേ ലഭിക്കുമ്പോൾ നിങ്ങൾ
നിങ്ങൾ ആദ്യം പ്രതീക്ഷിച്ച റെക്കഗ്നേഷൻ എന്താണോ അതിനേക്കാൾ നിങ്ങൾ സന്തോഷിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് യൂണിവേഴ്സ് കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുക, യൂണിവേഴ്സ് എക്നോളജി ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നിങ്ങളിലേക്ക് എത്തും എന്ന് ഉറച്ചൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങളോട് പറയുന്നൊരു കാര്യം, നിങ്ങളുടെ കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ജോബുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടാസ്ക്, ഇക്കാര്യത്തെ പറ്റി നിങ്ങൾ വളരെയധികം പ്രൊട്ടക്റ്റീവ് ആയിരിക്കണം. നിങ്ങൾ ആരോട് അതൊക്കെ ഷെയർ ചെയ്യുന്നു, നിങ്ങൾ ആരോടൊക്കെയാണ് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഷെയർ ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കണം. എവിടെയെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണ് ഈ വ്യക്തിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത് ശരിയല്ല, കാരണം അവർക്ക് എന്തെങ്കിലും ഒരു ഡിസെപ്റ്റീവ് എനർജി ഉണ്ട്, ഓക്കെ, മറ്റുള്ളവരെ പറ്റിക്കുന്ന ഒരു സ്വഭാവമുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വർക്ക് എടുത്ത് സ്വന്തം വർക്കാണെന്ന് കാണിക്കുന്ന അങ്ങനത്തെ ഒക്കെ ഒരു ബിഹേവിയർ ഉള്ള ഒരാളാണെന്ന് മുന്നേ കൂട്ടി അറിയുമെങ്കിൽ അവരിൽ നിന്നൊരു ഡിസ്റ്റൻസ് നിങ്ങൾ കീപ്പ് ചെയ്യണം. ഇനി അവരുമായിട്ട് നിങ്ങൾക്ക് ഒരു ജോലി ചെയ്യേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കുക, ഓക്കെ, വളരെ പ്ലാൻഡ് ആയിരിക്കണം. ഒരു കാരണവശാലും നിങ്ങളുടെ വർക്കിന്റെ ക്രെഡിറ്റ് അവരെടുക്കാൻ പാടില്ല. അതനുസരിച്ച് വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നിങ്ങളപ്പോൾ അവിടെ ചിലപ്പോൾ എന്താ പറയണ്ടേ, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു രീതിയിൽ നിന്ന് കുറച്ച് മാറ്റം വരുത്തേണ്ടി വരും. പക്ഷെ അത് നിങ്ങളുടെ നല്ലതിനാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ മാറ്റം വരുത്തുക. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് കിട്ടുകയും വേറെ ആരും ഇത് എടുത്തുകൊണ്ട് പോകാതിരിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. പിന്നെ നിങ്ങളോട് പറയുന്ന വേറൊരു കാര്യം, അനാവശ്യമായ പലതും കേൾക്കാം അല്ലെ, ചിലർ പലതും ഇങ്ങനെ പറഞ്ഞുണ്ടാക്കും. ഈ ഓഫീസിൽ ചിലർക്കുണ്ട് ഇങ്ങനെ ഡ്രാമ ക്രിയേറ്റ് ചെയ്യുക, ഗോസിപ്പ് പറയുക, അതിലൊക്കെയാണ് അവർ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അതിൻ്റെ ഒന്നും ഭാഗം ആകാതിരിക്കാൻ ശ്രമിക്കുക, നിങ്ങളുടേതായ ഒരു അഭിപ്രായം പറയാതിരിക്കാൻ ശ്രമിക്കുക. ഇനി ആരെങ്കിലും നിങ്ങൾ അതിലേക്ക് വലിച്ചിടാൻ നോക്കിയാൽ തന്നെ നിങ്ങൾ അവിടെ ഒരു ക്ലിയർ ബൗണ്ടറി കീപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനത്തെ എന്താ പറയണ്ടേ, ഒരു തരത്തിലുള്ള പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത ഒരു എന്താ പറയുക സംഭാഷണങ്ങൾ, കോൺവെർസേഷൻസ്, നിങ്ങൾക്ക് ഒരു തരത്തിലും ബെനിഫിറ്റ് ചെയ്യാത്ത കോൺവെർസേഷൻസിൻ്റെയും ഒന്നും ഭാഗമാകാതിരിക്കുക. പ്രത്യേകിച്ച് ഗോസിപ്പ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സമാധാനമാണ് അവിടെ പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഭാഗമാകണ്ട, അത് പ്രോത്സാഹിപ്പിക്കുകയും വേണ്ട. അതാണ് നിങ്ങളോട് പറയുന്നത്. പിന്നെ നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. നിങ്ങളെ എങ്ങനെയാണ് മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നത്, നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് കൃത്യമായി റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ നോക്കുക. അതായത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ എത്ര എഫേർട്ട് എടുത്താലും നിങ്ങൾക്ക് ഒരു തരത്തിലും എന്തില്ല റെക്കഗ്നിഷൻ കിട്ടുന്നില്ല എന്നാണെങ്കിൽ, അതായത് മനഃപൂർവ്വം തരാതിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് അത്രയും ബോധ്യമുണ്ട് എങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് വേറൊരു ജോലിയിലേക്ക് മാറണം. ഓക്കെ, അത് അണ്ടർസ്റ്റുഡ് ആണ്. നേരത്തെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഫേർട്ട് എടുക്കുക എന്നുള്ളത്, നിങ്ങളുടെ ഭാഗം ചെയ്യുക, മനസ്സിലായില്ലേ? പക്ഷെ കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള റെക്കഗ്നിഷൻ കിട്ടുന്നില്ലെങ്കിലും യൂണിവേഴ്സ് അത് വേറൊരു സ്ഥലത്ത്, ചിലപ്പോൾ വേറൊരു കരിയറിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് അതിനുള്ള നിങ്ങളെടുത്ത എഫേർട്ടിന്റെ റിസൾട്ട് അല്ലെങ്കിൽ ആ ഒരു റെക്കഗ്നിഷൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങളോട് അതാണ് അവിടെ പേഷ്യൻ്റ് ആയിരിക്കാൻ പറയുന്നത്. അതേസമയം നിങ്ങളിങ്ങനെ ചവിട്ടി താഴ്ത്താണ്, നിങ്ങൾക്ക് അർഹിക്കുന്ന പ്രൊമോഷൻസ് ഒന്നും തരുന്നില്ല, നിങ്ങൾ എത്ര എഫേർട്ട് എടുക്കുമ്പോഴും നിങ്ങളുടെ ക്രെഡിറ്റ്, നിങ്ങളുടെ വർക്കിന്റെ ക്രെഡിറ്റ് വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും. അതിങ്ങനെ കോൺസ്റ്റന്റ്ലി സംഭവിക്കുക. നിങ്ങൾ സീനിയർ നിങ്ങളുടെ എന്താ പറയണ്ടേ കൊളീഗ്സിന്റെ അടുത്തും ഇത് ഷെയർ ചെയ്തിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഒന്നുമില്ല എന്നാണെങ്കിൽ അതൊരു ടോക്സിക് വർക്ക് എൻവയോൺമെന്റ് ആണ്. അവിടെ നിന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറുക, അതിൽ യാതൊരു സംശയമില്ല. ഓക്കെ, പിന്നെ എപ്പോഴും സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുക, ഫെയർ ആയിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക. ഒരാൾക്ക് വേണ്ടിയും മറ്റൊരാളെ വേദനിപ്പിക്കുന്നതിന് കൂട്ടു നിൽക്കാതിരിക്കുക. ഇതൊന്നും ചെയ്യരുത്. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭാഗമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്തുണ്ടാകും, അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫെയർ ആയിട്ട് നിൽക്കുക. അപ്പൊ ശരി, നിങ്ങൾ ഒരു പീപ്പിൾ പ്ലീസർ ആകാതെ നിൽക്കുക. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് കൂട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. നിങ്ങളുടെ ആ ഒരു ഇപ്പോൾ എനിക്ക് കൂട്ടുകാരില്ലെങ്കിൽ എൻ്റെ എന്താ പ്രൊഫഷണൽ ലൈഫ് സന്തോഷമാവില്ല, അതൊക്കെ നിങ്ങളുടെ ഒരു തോന്നൽ മാത്രമാണ്. ഓക്കെ, എപ്പോഴും കൂട്ടുകാരുണ്ടായിട്ടല്ല നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജീവിക്കുക. അപ്പോൾ ഒരു ഐസൊലേഷനൊക്കെ വന്നാൽ ആ ഐസൊലേഷനായിട്ട് പൊരുത്തപ്പെടാനും അത് ആസ്വദിക്കാനും നിങ്ങൾ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങളൊരു പവർഫുൾ ഷിഫ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളോട് അതാ പറയണത്, എപ്പോഴും ഫെയർ ആയി നിൽക്കുക. ഒരു കാരണവശാലും അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അതിൻ്റെ ഭാഗമാകാതിരിക്കുക. പിന്നെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് അത്രയും ക്ലാരിറ്റി ഉണ്ടാവണം. ഏതൊരു കാര്യത്തെ സംബന്ധിച്ചും ക്ലാരിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്. അപ്പോൾ ഒരു ടാസ്ക് എന്തെങ്കിലും ഒരു ടാസ്ക് തന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് സംശയം തുറന്ന് ചോദിക്കാം. ഓപ്പൺ ട്രാൻസ്പാരന്റ് കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫ് ഏറ്റവും ഹാപ്പി ആക്കാനുള്ള ഒരു സിഗ്നിഫിക്കൻറ്റ് ഫാക്ടർ. വളരെ ഓപ്പൺ ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, റെസ്പെക്ട്ഫുള്ളി തന്നെ പ്രൊഫഷണലി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ ലൈഫിൽ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ അൺനെസസറി ഡ്രാമ, ഗോസിപ്പ് ഇതിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കുക. ഓക്കെ, ഹെൽത്തി ബൗണ്ടറീസ് എല്ലാവരുമായിട്ട് ഉണ്ടായിരിക്കണം. മനസ്സിലാക്കുക, ജോലി സ്ഥലത്തുള്ളവർ ഒരിക്കലും ഫാമിലി മെമ്പേഴ്സ് ആവില്ല. ഫ്രണ്ട്സ് ഉണ്ടാകാം, പക്ഷെ വളരെ വളരെ റയർ ആണ്.
കൂടുതലും അവിടെ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ യൂസ് ചെയ്യുക അങ്ങനത്തെ ഒരു ടെൻഡൻസിയാണ് കൂടുതൽ ഉണ്ടാകുക. അപ്പോൾ അവിടെ ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇനീഷ്യേറ്റ് ചെയ്യാതിരിക്കുക. അവിടെ ഒരിക്കലും നിങ്ങളുടെ ഒരു പരിധി വിട്ട് നിങ്ങൾ ഇമോഷണലി ആരുമായിട്ടും ഒന്നുമായിട്ടും അറ്റാച്ച്ഡ് ആകരുത് എന്നുള്ളതാണ് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് അവരുടെ ജോലി സ്ഥലത്ത് എങ്ങനെ, അവരുടെ ജോലിയിൽ എങ്ങനെ അവർക്ക് സന്തോഷം കണ്ടെത്താം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവിന് അവരുടെ ജോലി സ്ഥലത്ത് അവരുടെ ജോലിയിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താം. ഓക്കെ, കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാനാണ് ആദ്യമേ പറയുന്നത്. നിങ്ങൾ എന്താണ് ഈ ജോലിയിൽ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക, നിങ്ങളുടെ ബെനിഫിറ്റ്സിന് പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങൾ അവിടെ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടുന്നതിനാണ് നിങ്ങൾ ഒരു ജോലിയിലേക്ക് പോകുന്നതെങ്കിൽ അതിന് ഫോക്കസ് കൊടുക്കുക. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ പ്രസന്റ് മൊമെന്റിലായിരിക്കുക, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസന്റ് മൊമെന്റിലായിരിക്കുക. നിങ്ങളുടെ ജോലി സ്ഥലത്ത് കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യണം. അനാവശ്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഇഷ്യൂസിലും നിങ്ങൾ ഭാഗമാകാതിരിക്കുക. ഓരോ കാര്യങ്ങൾ സംഭവിക്കും, നിങ്ങൾക്ക് അറിയാം അതിൽ നിങ്ങൾ ഭാഗമാകേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങളുടെ ഫ്രണ്ട് അതിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു നിങ്ങളുടെ കൊളീഗ് അതിന്റെ ഭാഗമാണെന്ന് വിചാരിച്ച് നിങ്ങളും അതിന്റെ ഭാഗമാകണമെന്ന് ഉണ്ടാകില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിന്റെ ഭാഗമാകണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിനാണ് എപ്പോഴും നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ ഗോൾസ്, ലക്ഷ്യങ്ങൾ ഉണ്ടാകുമല്ലോ, അതിലുമാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് എന്തും വരാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കുക. പ്രസന്റ് മൊമെന്റിലായിരിക്കാം. കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു നിരാശ ഉണ്ടാക്കുന്ന ഒരു അനുഭവം ഉണ്ടായി, അത് കഴിഞ്ഞു പോയതിൽ നിങ്ങൾ പാഠം പഠിച്ചു, ആ പാഠവുമായിട്ട് മുന്നോട്ട് പോകുക. അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കും തോറും നിങ്ങൾ ആ വിഷമത്തിൽ തന്നെ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ പ്രസന്റ് മൊമെന്റിലാകുക. പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ നേട്ടങ്ങൾ, അതിലൊക്കെ ഫോക്കസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ആ ഒരു ഹാപ്പി ആയിട്ടുള്ള, പീസ്ഫുൾ ആയിട്ടുള്ളൊരു എനർജി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാൻ പറയുന്നു. അതുപോലെ ഭാവിയെ കുറിച്ചുള്ളൊരു ആശങ്കയുടെയും ആവശ്യം ഇല്ല, അതും കൂടെ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നത് ഹെൽത്തി ബൗണ്ടറി ഉണ്ടാകണം എല്ലാവരുമായിട്ട്. ഒരാളെയും ഒരു പരിധി വിട്ട് അടുപ്പിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കണം. നിങ്ങളെയും നിങ്ങളുടെ വർക്ക്, നിങ്ങളുടെ എടുക്കുന്ന ടാസ്ക്, ഇതിൻ്റെ കാര്യങ്ങൾ എല്ലാത്തിനും നിങ്ങളൊരു പ്രൊട്ടക്റ്റീവ് എനർജി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും ഈസിലി ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ നല്ല നല്ല കാര്യങ്ങൾ ജോലിയിൽ സംഭവിക്കുന്നത് നിങ്ങൾക്കതിപ്പോൾ മറ്റൊരാൾ സെലിബ്രേറ്റ് ചെയ്തില്ല എന്നും പറഞ്ഞ് നിങ്ങൾ അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പ് അതിന് വേണ്ടുന്ന അക്നോളജ്മെന്റ് കൊടുക്കുന്നില്ല, നിങ്ങളുടെ ടീം അതിന് വേണ്ടുന്ന അക്നോളജ്മെന്റ് കൊടുക്കുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷെ നിങ്ങളത് സെലിബ്രേറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളത് സെലിബ്രേറ്റ് ചെയ്യുക, നിങ്ങൾ അത് എൻജോയ് ചെയ്യുക. നിങ്ങളുടെ ഓരോ നേട്ടങ്ങളും വിജയങ്ങളും നിങ്ങൾ വേണം എൻജോയ് ചെയ്യാനായിട്ട്, മറ്റൊരു ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ നിങ്ങൾ എക്നോളജ്മെന്റ് കൊടുക്കുന്നതും നിങ്ങൾ അതിൽ സന്തോഷിക്കുന്നതും നിങ്ങളത് ആഘോഷിക്കുന്നതുമാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് തന്നെ അർഹിക്കുന്ന ഒരു റെക്കഗ്നിഷൻ നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആ എനർജി ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകും, പുതിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ. ഈ ഒരു കരിയറിലൂടെ പോകെ ഓക്കെ, പുതിയ ആളുകളെ പരിചയപ്പെടും. എല്ലാത്തിനോടും ഒരു ഓപ്പൺ റിസെപ്റ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കുക. ബൗണ്ടറി കീപ്പ് ചെയ്യണം ഡെഫിനറ്റ്ലി, പക്ഷെ എന്ത് വേണം, ആരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ അങ്ങനെയല്ല, മിങ്കിൾ ചെയ്യണ്ടെന്നല്ല, പക്ഷേ അവരോട് എത്രത്തോളം അറ്റാച്ച്ഡ് ആകണം, അവരോട് എന്തൊക്കെ ഷെയർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളായിരിക്കണം. ഓക്കെ, ഇമോഷൻസ് ഒരുപാട് ഇൻവോൾവ് ആക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കരിയറിലേക്ക് വരുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് പല നല്ല അവസരങ്ങളുടെയും ഭാഗമാകാനായിട്ട് എന്തുണ്ടാവും, നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ഓക്കെ, നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യപ്പെടാം, ഇപ്പോൾ വല്ല സെലിബ്രേഷൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം, അതിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ അതിൻ്റെ ഭാഗമാകണം. ഓക്കെ, അതിൻ്റെ ഭാഗമാകുക. അതിലൂടെ നിങ്ങൾക്ക് പുതിയ നിങ്ങളുടെ തന്നെ ജോലി സ്ഥലത്തുള്ള മറ്റുള്ള ആളുകൾക്കായിട്ട് നെറ്റ്വർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. നിങ്ങളോട് അതാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല മാറ്റങ്ങളും നിങ്ങളുടെ കരിയറിൽ പോകെ വന്നുകൊണ്ടിരിക്കും. ഓരോ മാറ്റങ്ങളും നിങ്ങളുടെ നല്ലതിനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക. പിന്നെ പല കാര്യങ്ങളും സംഭവിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടാക്കുന്നതായിരിക്കും. ഓക്കെ,
പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി, ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം ആരെന്നൊക്കെ അകന്ന് നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്ന എന്ത് കാര്യത്തിലാണ് മാറ്റം വരുത്തേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും. അതനുസരിച്ച് മുന്നോട്ട് പോവുക. അതാണ് ഞാൻ നേരത്തെ പറയുന്നത്, ടൂ മച്ച് ഇമോഷണൽ ആകാതിരിക്കാം. ഓക്കെ, ഒരു പെരിഫറൽ ഒരു അറ്റാച്ച്മെന്റ് ആണ് എല്ലാവരുമായിട്ട് കീപ്പ് ചെയ്യുന്നത് നല്ലത്. പ്രൊഫഷണലി മാത്രം കണക്റ്റഡ് ആയിട്ടിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ഫാമിലി പ്രോബ്ലംസ് ഇതൊക്കെ അധികം സംസാരിക്കാതിരിക്കുക, ഷെയർ ചെയ്യാതിരിക്കുക. ഓക്കെ, പലരും പല രീതിയിൽ നിങ്ങളെ യൂസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അതിന് നിങ്ങൾ അതാണ്, നിങ്ങൾ വളരെ ഷാർപ്പായിരിക്കണം. ഓരോരുത്തരും നിങ്ങളുടെ അടുത്ത് എടുക്കുന്ന ഓരോ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവർ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന രീതി നിങ്ങൾ കൃത്യമായിട്ട് അതിനെ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. നിങ്ങൾ ആ ഒരു ക്യൂൻ ഓഫ് സോർട്സിന്റെ എനർജി അതാണ്. അപ്പം നിങ്ങൾ അത്രത്തോളം പ്രൊട്ടക്റ്റീവ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ചിന്തിച്ചിട്ട് തന്നെയാണ് ഒരാളോട് ഒരു കാര്യം പറയാം. ഓക്കെ, അവരെ കാണിക്കുന്ന സ്നേഹത്തിലോ അവരെ കാണിക്കുന്ന കെയറിങ്ങിലോ നിങ്ങൾ എന്ത് ചെയ്യില്ല, അതങ്ങനെ വിശ്വസിച്ച് നിങ്ങളും വൾണറബിൾ ആകില്ല. പ്രത്യേകിച്ച് അങ്ങനെ ആകാതിരിക്കുക. നിങ്ങളുടെ വീക്ക്നെസ് പരമാവധി എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ കരിയർ സ്പേസിൽ കാണിക്കാതിരിക്കുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മറ്റുള്ളവർ ചൂഷണം ചെയ്യാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. പിന്നെ വളരെയധികം ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. ഒന്നിലും അമിതമായിട്ട് ആഘോഷിക്കുക അല്ലെങ്കിൽ അമിതമായിട്ട് ആഹ്ലാദിക്കുക, അമിതമായിട്ട് എക്സൈറ്റഡ് ആകാൻ പാടില്ല. എല്ലാത്തിനും അതിന് സന്തോഷിക്കേണ്ട കാര്യങ്ങൾ സന്തോഷിക്കണം. യെസ്, ഡിസപ്പോയിന്റഡ് ആകുന്ന കാര്യത്തിൽ നമുക്ക് ഡിസപ്പോയിൻമെന്റ് ഉണ്ടാകും, സ്വാഭാവികം. പക്ഷെ ഒരു പരിധി വിട്ട് അതിൽ ആകാതിരിക്കുക, അതിലേക്ക് ഇൻവോൾവ് ആകാതിരിക്കുക. പെട്ടെന്ന് തന്നെ മൂവ് ഓൺ ചെയ്യണം, പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യണം. ഓക്കെ, എപ്പോഴും ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക, അതും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ജോലിയിൽ എപ്പോഴും ഒരു കൃത്യനിഷ്ഠ ഉണ്ടായിരിക്കണം. പിന്നെ ജോലിയിൽ ഒരു ഓർഗനൈസ്ഡ് ആയിരിക്കണം. ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡെയിലി ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം എന്താ വെച്ചാൽ ഡെഡ് ലൈൻ ആകുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, ഓരോ ടാസ്കിനെയും കുറിച്ച് ഒരു ദിവസം ആരെങ്കിലും ഒരു അപ്ഡേറ്റ് പെട്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി പറയാൻ പറ്റും. കാരണം നിങ്ങളൊരു ടൈം ടേബിൾ കീപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ ഓരോ ദിവസം നിങ്ങൾ ഓരോ ടാസ്കിന്റെയും എവിടെ വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങളെ കുറിച്ചുള്ള ഇംപ്രഷൻ അവിടെ കൂട്ടും. ഓക്കെ, പെട്ടെന്ന് ചോദിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല, അങ്ങനെ പറയുന്നതിനേക്കാളും ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, ഇന്ന മെയിൽ അയച്ചു, ഇന്നയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഇപ്പം ഈ സ്റ്റെപ്പിലാണ്, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്, അത് നാളെ ഇന്നതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നും പറഞ്ഞ് അവസാനിപ്പിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ സീനിയർ മെമ്പേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയണ്ടേ ലീഡേഴ്സ് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റിയാൽ അത് വളരെ വളരെ നിങ്ങളെക്കുറിച്ച് നല്ലൊരു ഇംപ്രഷനാണ് ഉണ്ടാക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഓക്കെ, പിന്നെ ജോലിയിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഓരോ വിജയങ്ങൾ, നിങ്ങളിലൂടെ ഉണ്ടാകുന്ന ഓരോ സക്സസ്, അത് നിങ്ങൾ കൃത്യമായിട്ടും ഒരു വേർഡ് ഫയലോ എക്സൽ ഫയലോ നോട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് വഴി കമ്പനിക്ക് അത് എങ്ങനെ ഉപകാരപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് എങ്ങനെ ഉപകാരപ്പെട്ടു, അതാണ് വാല്യൂ ആഡഡ്. അതും നിങ്ങൾ അവിടെ എഴുതി വെക്കണം. ഓരോ കാര്യങ്ങൾ, ഓരോ ടാസ്ക് നിങ്ങൾ എവിടം വരെ എത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി നിങ്ങളുടെ ഒരു റെക്കോർഡ് ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ നേട്ടങ്ങളും നിങ്ങളുടെ വിജയങ്ങളും നിങ്ങൾ കാരണം ഉണ്ടായിട്ടുള്ള നിങ്ങളുടെ ടീമിനോ നിങ്ങളുടെ ഗ്രൂപ്പിനോ ഉണ്ടായിട്ടുള്ള വിജയങ്ങളൊക്കെ നോട്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് അത് ചെയ്യണം എന്ന് പറയണമെന്ന് വെച്ചാൽ നിങ്ങളുടെ റെസ്യൂമിലേക്ക് അത് വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഓക്കെ, അതാണ് നമ്മൾ റെസ്യൂമിലെ എക്സ്പീരിയൻസ് സെക്ഷനിൽ എഴുതേണ്ടത്. ഓരോ സ്ഥലത്തെ എക്സ്പീരിയൻസിൽ നമ്മുടെ വിജയങ്ങളും നേട്ടങ്ങളും ആണ് അവിടെ എഴുതേണ്ടത്. നമ്മൾ എന്ത് ചെയ്തു എന്നതിനല്ല, നമ്മൾ അവിടെ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നമ്മുടെ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻസ്, അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. അത് നമുക്ക് കൃത്യമായി എഴുതാൻ പറ്റണമെങ്കിൽ നമ്മളത് അതാത് സമയത്ത് ഒന്നില്ലെങ്കിൽ ഒരു വേർഡ് ഫയൽ അല്ലെങ്കിൽ ഒരു എക്സലിൽ കൃത്യമായിട്ട് അത് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം വിത്ത് ഡേറ്റ് ആൻഡ് ടൈം. ഓക്കെ, പിന്നെ നല്ല വാർത്തകൾ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ, അത് സന്തോഷം തരുന്ന ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതിപ്പോൾ വലിയ സന്തോഷമായില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അതിലധികം സന്തോഷിക്കാതിരിക്കുക. അല്ലെങ്കിൽ എന്തൊരു സംഭവം നിങ്ങൾക്ക് നല്ലതാണ് ഉണ്ടാകുന്നത്, പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ അത് നടന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, പ്രത്യേകിച്ച് നല്ല നല്ല ഹാപ്പി മൊമെന്റ്സ് അങ്ങനത്തെ ഒരു പ്രവണത ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കാൻ പറയുന്നു. പ്രസന്റ് മൊമെന്റിലായിരിക്കാൻ, അതാണ് വീണ്ടും വീണ്ടും പറയുന്നത്. കാരണം ആ പ്രസന്റ് മൊമെന്റിലായിരിക്കുമ്പോൾ എപ്പോഴും അവിടെ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് തരുന്ന നല്ല അനുഭവങ്ങൾ, അതിനെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനും അതിൽ കൂടുതൽ നിങ്ങൾക്ക് ആ ഒരു അപ്പം കിട്ടുന്ന ഒരു ഫീലിങ്സിൽ കൂടുതലായിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എപ്പോഴും വിശ്വസിക്കാനും പിന്നെ പറയുന്നുണ്ട്. ഒരാളെ എത്ര നിങ്ങളോട് ഒരു ഭയങ്കര സ്നേഹത്തിലൊക്കെ പെരുമാറുമ്പോൾ പക്ഷെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഈ വ്യക്തിയിൽ നിന്ന് അകലം പാലിക്കണം എന്നൊരു തോന്നൽ ശക്തമാണെങ്കിൽ അതിനെ വിശ്വസിക്കുക നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ്.
ഓക്കെ, പ്രധാനപ്പെട്ട ഡിസിഷൻ എടുക്കുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രധാന കാര്യം മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ, ഒരു വ്യക്തിയുമായിട്ട് എത്രത്തോളം അടുക്കണം വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ ഒക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ് നിങ്ങളെ ഗൈഡ് ചെയ്യുക. ആ ഗട്ട് ഫീലിംഗ്, ആ ഇൻറ്റ്യൂഷനിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക. അതാണ് നിങ്ങളെ ശരിയായ ഡിസിഷൻസ് എടുക്കുന്നതിന് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു എലമെന്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു സൈക്കിക് ഗിഫ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 3, നമസ്കാരം. നിങ്ങൾ തമ്മിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പം നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് അവരുടെ ജോലിയിൽ, അവരുടെ ജോലി സ്ഥലത്ത് സന്തോഷം എങ്ങനെ കണ്ടെത്താം. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് അവരുടെ ജോലിയിൽ, അവരുടെ ജോലി സ്ഥലത്ത് എങ്ങനെ സന്തോഷം കണ്ടെത്താം. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് അവരുടെ ജോലിയിൽ, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ലക്ഷ്യങ്ങളുണ്ട്, അതിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. നിങ്ങളുടെ ആ ഒരു ജോലിയിൽ ഒരു ലോങ് ടേം ഗോൾ ഉണ്ടാവും, ഷോർട്ട് ടേം ഗോൾ ഉണ്ടാവും. അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആകുന്ന ഒരു കാര്യത്തിലും നിങ്ങൾ ഇൻവോൾവ് ആകാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ മാക്സിമം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പരമാവധി കുറയ്ക്കുക. ഓക്കെ, അത് നിങ്ങളുടെ എഫിഷ്യൻസി കൂട്ടുന്നതാണ്, നിങ്ങളെക്കുറിച്ചുള്ള ഇംപ്രഷൻ കൂട്ടുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. നിങ്ങളുടെ ജോബിൽ ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ സാധിക്കും. അത് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല ഒരുപാട് കൺഫ്യൂഷൻസ് കുറയ്ക്കാനും അത് സഹായിക്കും. ഓക്കെ, പിന്നെ നിങ്ങളുടെ ലക്ഷ്യം എപ്പോഴും നിങ്ങളുടെ ലക്ഷ്യത്തിലായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. ജോലിയിൽ ഷോർട്ട് ടേം ഗോൾസ് സെറ്റ് ചെയ്യണം, ലോങ് ടേം ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യണം. ആ ഷോർട്ട് ടേം ഗോൾസിൽ എപ്പോഴും ഫോക്കസ് ചെയ്യുക. ലോങ് ടേം ഗോൾ എന്താണെന്നുള്ളത് എപ്പോഴും ഓർക്കുക. ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആകാൻ പാടില്ല. ഡിസ്ട്രാക്റ്റഡ് ആകുന്ന പല കാര്യങ്ങളും സംഭവിക്കും. അതിനെയൊന്നും അതിലേക്കൊന്നും നിങ്ങളുടെ ഫോക്കസ് പോകാൻ പാടില്ല. പിന്നെ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാസ്ക് നിങ്ങൾ ഏൽപ്പിക്കും, നിങ്ങൾക്കതിൽ വ്യക്തമായ ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ, വ്യക്തികളാണ്, അവരുടെ ഒരു ഇന്റൻഷൻ എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായ ധാരണയില്ലെങ്കിൽ അവരിൽ നിന്ന് ഒരു അകലം പാലിക്കാൻ പറയുന്നു. ഓക്കെ, അതുപോലെ ചില ടാസ്ക് ഏൽപ്പിക്കുമ്പോൾ അതിലൊരു വ്യക്തത വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തത നിങ്ങൾ ചോദിച്ച് നേടിയെടുക്കണം. ക്ലാരിറ്റി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ പറയും എനിക്ക് അത് ക്ലിയർ ആയാലും ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് തരാമോ. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളെ ആരും ഉപയോഗിക്കുന്നില്ല, നിങ്ങളെ ആരും ചൂഷണം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളാണ്. അത് ഉറപ്പുവരുത്താൻ എപ്പോഴും സാധിക്കും. നമ്മൾ മറ്റ് അനാവശ്യ കാര്യങ്ങളിലേക്കൊന്നും നമ്മുടെ ശ്രദ്ധ പോകാതെ നമ്മുടെ കരിയർ, നമ്മുടെ ഗോൾസ്, നമ്മളെടുക്കുന്ന ടാസ്ക്, ഇതിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴാണ് ആരും നമ്മൾ ചൂഷണം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെപ്പോഴും ഗൈഡ് ചെയ്യും, അതെപ്പോഴും ഓർക്കുക. ആ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഇവരോട് പറയേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾ ആരുടെയും പറയാനും മുതിരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വേണ്ട വേണ്ട വേണ്ടെന്ന് സ്ട്രോങ് ആയി തോന്നുന്നുണ്ടെങ്കിൽ അത് പറയരുത്. മനസ്സിലായല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ, എന്തെങ്കിലും ഷെയർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഓരോരോ തടസ്സങ്ങൾ വരും. ആരെങ്കിലും നിങ്ങൾ വിളിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അപ്പോൾ ഒരു ഡ്യൂട്ടി വരുന്നത്, അപ്പോൾ അതെങ്ങനെ എങ്ങനെ മുറിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് പറയുന്നത് അത് പറയരുത്, അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യരുത് എന്നുള്ളതാണ്. നിങ്ങളും നിങ്ങളുടെ വർക്ക്, നിങ്ങളുടെ കാര്യങ്ങൾ, ജോലിയിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ജോലിയുടെ വളർച്ചയെ സഹായിക്കുന്ന കാര്യങ്ങൾ, ഇതിനൊക്കെ സംബന്ധിച്ച് നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കണം. കഴിവതും നിങ്ങളുടെ ഗോൾസ്, ഓക്കെ, നിങ്ങൾ എന്തൊക്കെ ടാസ്ക് ഹാൻഡിൽ ചെയ്യുന്നു അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് വളരെ കുറയ്ക്കുക. പെരിഫറൽ ആയിട്ടുള്ള ടോക്കൊക്കെ ആവാം, പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും ഷെയർ ചെയ്യാതിരിക്കുക. ഓക്കെ, എത്ര ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അതൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങളൊരു പ്രൊഫഷണൽ സ്പേസിലാണെന്ന് എപ്പോഴും ഓർക്കുക. പിന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന കുറേ നല്ല നല്ല കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല സജഷൻസോ കാര്യങ്ങളും തരും. ഓക്കെ, ഒരു അഡ്വൈസൊക്കെ തരും. അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പ്രത്യേകിച്ച് കുറച്ച് ആ ജോലി സ്ഥലത്ത് തന്നെ അത്യാവശ്യം ഒരു സീനിയർ ലെവലിലുള്ള സീനിയർ മോസ്റ്റ് എംപ്ലോയീസ് ആരെങ്കിലുമൊക്കെ നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുന്നു. അവരെ നിങ്ങൾ പെട്ടെന്ന് മീറ്റ് ചെയ്യുക, നിങ്ങളായിട്ട് പോയി മീറ്റുന്നതല്ല, അവരെ നിങ്ങൾ കണ്ടുമുട്ടുകയാണ്. അപ്പം അങ്ങനത്തെ അവസരങ്ങളൊക്കെ നിങ്ങളുടെ ഫേവറിന്, വേറെ ആരും ഉപദ്രവിക്കാൻ പാടില്ല ആ പ്രോസസ്സിൽ. പക്ഷെ നിങ്ങൾക്ക് നല്ലത് കൊണ്ടുവരുന്നതിന്, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നതിന് നിങ്ങളത് ഉപയോഗിക്കണം എന്ന് പറയുന്നു. ഒരു കാര്യത്തിന് പിന്നാലെ നിങ്ങൾ പോകാതിരിക്കാം. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന ഹാർഡ് വർക്ക് അതിനെ അർഹിക്കുന്ന റെക്കഗ്നേഷൻ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി. ഇനി അഥവാ കിട്ടുന്നില്ല, നിങ്ങൾ അങ്ങനത്തെ ഒരു ടോക്സിക് എൻവയോൺമെന്റിലാണ്, നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ആ വർക്ക് എൻവയോൺമെന്റ് അവിടെ ഉപേക്ഷിക്കണം. അതായത് നിങ്ങൾ വേറെ ജോലിക്ക് ശ്രമിക്കണം എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അവിടെ ആ ടോക്സിക് ആണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിന്ന് പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. പക്ഷെ അതേസമയം നിങ്ങളത് നിങ്ങൾ ഒബ്വിയസ്ലി നിങ്ങളുടെ സീനിയർ എംപ്ലോയീസിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തണം.
നിങ്ങളുടെ എടുക്കുന്ന എഫേർട്ടിന് റെക്കഗ്നിഷൻ കിട്ടുന്നില്ല എന്നുള്ളത്, എന്നിട്ടും ഒരു ആക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് വേറെ ഓപ്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിക്കൊണ്ടേ ഇരിക്കണം. വേറൊരു ജോലി സെറ്റ് ആകുമ്പോൾ ഇത് ഉപേക്ഷിച്ച് നിങ്ങൾ പോവുകയും വേണം. ഓക്കെ, അപ്പൊ ജോലി ഇൻ ദ സെൻസ് ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ജോലി മാത്രമല്ല പറയണേ, പ്രൊഫഷനിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യുക, അതിലേക്ക് എത്തിപ്പെടാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ആക്ഷൻസ് എടുക്കുക. അപ്പോൾ നിങ്ങൾ ആളുകളായിട്ട് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക, നിങ്ങൾ ജോലിക്ക് അപേക്ഷിക്കുക, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലേ, അതൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട അവസരങ്ങൾ, നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ റൈറ്റ് ടൈം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തും എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. പോസിറ്റീവായിട്ടിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ജോലിനെ കുറിച്ച് ജോലിയുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ അതിനെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ചൊരു പ്രതീക്ഷയാണ് ഉണ്ടാകുക, ആശങ്കയല്ല ഉണ്ടാകുക. അതാണ് വേണ്ടതും. അപ്പോഴന്നെയാണ് നിങ്ങൾക്കൊരു ഹാപ്പിനെസ്സും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ. പിന്നെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക. ഓക്കെ, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കഴിവതും നിങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന, പേടി ഉണ്ടാക്കുന്ന, ആൻസൈറ്റി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചിന്തകൾ, അങ്ങനെ സംഭവിക്കുമോ, ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ ഉണ്ടായാലും ഇങ്ങനെ ഉണ്ടായാലും, അങ്ങനത്തെ ചിന്തകളിലൊന്നും അധികം ശ്രദ്ധിക്കാതിരിക്കുക, നിങ്ങൾ ശ്രദ്ധ കൊടുക്കാതിരിക്കുക. നിങ്ങൾ വളരെയധികം നിങ്ങളുടെ കാര്യത്തിൽ എന്ത് ചെയ്യണം, ഫോക്കസ്ഡ് ആയിരിക്കണം എന്ന് പറയുന്നു. പിന്നെ നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിനാണ് നിങ്ങൾ ജോലി സ്ഥലത്ത് പ്രാധാന്യം കൊടുക്കേണ്ടത്. ആ സമാധാനത്തിനെ തകർക്കുന്ന ഒന്നും നിങ്ങൾക്ക് പ്രാധാന്യമുള്ളതായിരിക്കരുത്, അതിൻ്റെ ഒന്നും നിങ്ങളൊരു ഭാഗവും ആകരുത് എന്ന് യൂണിവേഴ്സ് പറയുന്നു. Clarify the 3 of Swords. Clarify the 3 of Swords. Yes. എന്തെങ്കിലും നിങ്ങളെപ്പോഴും നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ പിന്നെ നിൽക്കാനായിട്ട്. നിങ്ങൾ ഓൾറെഡി അവർ വേദനിപ്പിച്ച വ്യക്തികൾക്ക് വീണ്ടും അതിനൊരു അവസരം നിങ്ങളായിട്ട് കൊടുക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്തു, നിങ്ങൾ അത്രയും കാര്യങ്ങൾ ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ക്രൂഷ്യൽ മൊമെന്റ് വന്നപ്പോൾ നിങ്ങളുടെ എഫേർട്ടിനെ ഒന്നും കൺസിഡർ ചെയ്യാതെ നിങ്ങൾക്ക് ഡിസപ്പോയിൻമെന്റ് ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയാണെങ്കിൽ ജോലിയിൽ, ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു പ്രൊമോഷൻ ആയിരിക്കാം, അത് നിങ്ങൾക്ക് അതിന് വളരെയധികം അർഹതയുണ്ട്, നിങ്ങൾക്കും അറിയാം, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, എന്നിട്ട് ലാസ്റ്റ് മൊമെന്റിൽ അത് എന്താ പറയാ നിങ്ങൾക്ക് ലഭിക്കാതെ പോവുക. അപ്പൊ നിങ്ങൾക്കറിയാം അവിടെ നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്, പക്ഷെ അതിനുവേണ്ടി ആരും അത് കൃത്യമായി അക്നോളജ് ചെയ്തില്ല, നിങ്ങൾക്ക് ലഭിച്ചില്ല. അപ്പൊ നിങ്ങൾ എന്ത് വേണം, അതനുസരിച്ച് വേണം പിന്നെ ജോലി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തിട്ടും എനിക്ക് വേണ്ടുന്ന റെക്കഗ്നിഷൻ ഇല്ല, അല്ലെങ്കിൽ ഞാൻ ആ ഒരു പ്രൊമോഷൻ അർഹതയുള്ള ഒരാളായിട്ടും എനിക്കത് ലഭിച്ചില്ല. അപ്പൊ പിന്നെ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്ത്, അതുവരെ നിങ്ങൾ എടുത്തൊരു എഫേർട്ട് ഉണ്ട്, അതുവരെ നിങ്ങൾ ജോലിയിൽ എടുത്തൊരു ആത്മാർത്ഥതയുണ്ട്, അതിന്റെ ആവശ്യമില്ല, അത് കുറച്ചുകൊണ്ട് വരാം. ഓക്കെ, നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങളപ്പോൾ പിന്നെ കൂടുതൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നതിനും കൂടുതൽ നോളജ് ഗെയിൻ ചെയ്യുന്നതിനും ഫോക്കസ് ചെയ്യുക. ഓക്കെ, പ്രയോറിറ്റൈസേഷൻ നിങ്ങളിലായിരിക്കണം. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ ജോലിയിലെ വളർച്ച, നിങ്ങളുടെ ജോലിയിലെ നേട്ടങ്ങൾ, വിജയങ്ങൾ, ഓക്കെ, അതിൽ മാത്രമാണ് അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഒരിക്കലും നിങ്ങളെ നെഗ്ലക്റ്റ് ചെയ്ത്, നിങ്ങളുടെ സ്വപ്നങ്ങളെ നെഗ്ലക്റ്റ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഒരുപാട് എഫേർട്ട് എടുക്കാനായിട്ട് പാടില്ല. എസ്പെഷ്യലി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് അക്നോളജ് ചെയ്യാത്ത അനുഭവം അല്ലെങ്കിൽ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണം നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ജോലിയിൽ നിന്ന് മാക്സിമം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഇതിനും നല്ലൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യാം, ജോലിക്ക് നോക്കാം. മനസ്സിലായില്ലേ? അങ്ങനെ അപ്പോൾ കൃത്യമായിട്ട് വർക്ക് ലൈഫ് ബാലൻസും കീപ്പ് ചെയ്യുക. അതും നിങ്ങൾക്ക് ജോലിയിൽ നിങ്ങൾ സന്തോഷിക്കണമെങ്കിൽ ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് വേണം. അതായത് ഒരു സമയം കഴിഞ്ഞാൽ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ മാത്രമായിരിക്കണം ഫോക്കസ്. ആ ജോലി സ്ഥലത്ത് നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ജോലിയുടെ കാര്യങ്ങളൊന്നും നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. പിന്നെ നെക്സ്റ്റ് വർക്കിംഗ് ഡേ, മനസ്സിലായല്ലോ? അപ്പോൾ ആ ഒരു പെർഫെക്റ്റ് വർക്ക് ലൈഫ് ബാലൻസ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റണം. അത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ജോലി എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സമയം കിട്ടുന്നില്ല ഈ ജോലി കാരണം. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഓരോ നേട്ടങ്ങളും വിജയങ്ങളും നിങ്ങളത് അക്നോളജ് ചെയ്യണം, നിങ്ങളതിൽ സന്തോഷിക്കണം, നിങ്ങളത് നിങ്ങളുടേതായ രീതിയിൽ ആഘോഷിക്കണം.
ഓക്കെ, അതുപോലെ നിങ്ങളെ ബിട്രേ ചെയ്തിട്ടുള്ള, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള, നിങ്ങളെ പറ്റിച്ചിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോലി സാഹചര്യത്തിലാണ് നിങ്ങളെങ്കിൽ അവിടെ നിന്ന് എത്രയും കഴിയുന്നതും വേഗം ആ ഒരു ജോലി, ആ ഒരു സാഹചര്യം ഉപേക്ഷിച്ച് നിങ്ങൾ പോകേണ്ടതുമാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും വേദനിപ്പിച്ച, ചൂഷണം ചെയ്ത ആളുകൾക്ക് വീണ്ടും അതിനൊരു അവസരം നിങ്ങൾ കൊടുക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന, നിങ്ങൾക്ക് ആ ജോലി സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാവും ഇല്ലേ, അതിൽ നിങ്ങൾ സന്തോഷിക്കുക, യൂണിവേഴ്സിനോട് നന്ദി പറയുക, അത് നിങ്ങളുടേതായ രീതിയിൽ അത് ആഘോഷിക്കുകയും വേണം. അത് അക്നോളജ് ചെയ്യുന്നതിന് തുല്യമാണ്. അതാണ് നമ്മൾ ആഘോഷിക്കണം എന്ന് പറയുന്നത്. അല്ലാതെ ഓരോ ചെറിയ കാര്യം ഉണ്ടാകുമ്പോഴേക്കും ഒരു പാർട്ടി നടത്തണം എന്നല്ല ഉദ്ദേശിക്കണേ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. നിങ്ങൾ ഈ പറഞ്ഞ ഗൈഡൻസ് ഫോളോ ചെയ്താലാണ് നിങ്ങൾക്ക് ജോലിയിൽ ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾക്ക് ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഗ്രൂപ്പ് 3 റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക്